ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ഈ ഓമനപ്പുഴ എന്നുള്ളൊരു സ്ഥലത്തെ പറ്റി? അതെ, ഇതെന്റെ സ്വന്തം നാടാണ് കേട്ടോ. ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ സ്വന്തം നാട്. നമ്മളിപ്പോൾ ഇന്ന് പോകുന്നത് ഈ ഓമനപ്പുഴയിൽ തന്നെയുള്ള ഒരു ബീച്ചുണ്ട്. അങ്ങനെ അധികം ആളുകൾക്ക് ആർക്കും കേട്ട് പരിചയമൊന്നും ഇല്ലായിരിക്കാം. അതെ, ഒരു ഓവർ ക്രൗഡഡ് അല്ലാത്ത, എന്നാൽ ഒരു ടീ, സ്നാക്സ് ഇതൊക്കെ ആയിട്ടൊരു സൺസെറ്റ് ഒക്കെ ആസ്വദിക്കാൻ താല്പര്യമുള്ളവരാണോ? അപ്പോൾ എന്തുകൊണ്ടും ഓമനപ്പുഴ ബീച്ച് നിങ്ങൾക്ക് വളരെ നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. അത്ര ക്രൗഡഡ് ഒന്നും അല്ലാത്തത് കൊണ്ടിട്ട് തന്നെ നമുക്കിവിടെ ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇവിടെ ഇരിക്കാനായിട്ടുള്ള ഒത്തിരി സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ടുള്ള ലഘു ഭക്ഷണങ്ങളൊക്കെ ആയിട്ട് ഇവിടെ നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റിയ ഒരു സ്പോട്ട് തന്നെ കേട്ടോ. പിന്നെ വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങി അപകടങ്ങളൊന്നും വരുത്താതെ ശ്രദ്ധിക്കുക. നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെയാണ് നോക്കേണ്ടത്. ഒരു നല്ല സൺസെറ്റ് ഒക്കെ ആസ്വദിക്കാൻ ഇത് ഏറ്റവും മികച്ചൊരു സ്പോട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ സ്ഥലം നിങ്ങൾ ആലപ്പുഴയിലൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും മറന്നു പോകരുത്. അതെ, ഓമനപ്പുഴ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ സ്ഥലത്ത് വരിക, ആസ്വദിക്കുക. ഇവിടെ കല്ലുകൾ നീട്ടിയിട്ടിട്ടുണ്ട് കടലിലേക്കായിട്ട്. അത് കരയിലേക്ക് ഒത്തിരി കടൽ ഇടിച്ച് കയറാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മേലേക്ക് കയറി നിന്നിട്ടൊക്കെ ഫോട്ടോസ് ചെയ്യാനും അതുപോലെ തന്നെ ചൂണ്ടയൊക്കെ ഇടാനായിട്ടൊക്കെ ഒത്തിരി പേരൊക്കെ അവിടെ വരാറുണ്ട്. മീൻ പിടിക്കുന്നതൊക്കെ ആസ്വദിക്കാനായിട്ടൊക്കെ സാധിക്കുന്നത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ മോർണിംഗിലൊക്കെയാണ് വരുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാനും നൈറ്റിലാണെങ്കിലും ഫോട്ടോസ് ഒക്കെ എടുക്കാനായിട്ടൊക്കെ നിങ്ങൾക്ക് ഇവിടെ പറ്റുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇനി സ്റ്റേ നോക്കുന്നവർക്കാണെങ്കിലും ഇവിടെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഒത്തിരി ഹോം സ്റ്റേസ് ഉണ്ട്, അതുപോലെ റിസോർട്ട് ഉണ്ട്, ഇൻഫിനിറ്റി പൂൾസ് ഉള്ള റിസോർട്ടുകൾ, അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആട്ടോ. ആലപ്പുഴ വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓമനപ്പുഴ എന്ന് പറയുന്ന ഈ കൊച്ചു ഗ്രാമം മിസ് ചെയ്യരുത്. അപ്പോൾ ഇതുപോലുള്ള ഒത്തിരി വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.